الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ തടസ്സമായി നിൽക്കുന്ന ആത്മീയ രോഗങ്ങളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച കുറച്ച് സൂചിപ്പിച്ചത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പ്രകൃതിപരമായി തന്നെ ഒരു പ്രതിരോധന ത്വരത, ഇഷ്ടപ്പെടാത്തത് വേണ്ട എന്ന് വെക്കുന്ന ഒരു ചിന്ത അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് വേണ്ടാത്തത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു മേഖലയിൽ മനുഷ്യനുണ്ടാകുന്നതാണ് വെറുപ്പ്. അത് നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിൽ അപകടകരമാണ് എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ശാരീരിക ശക്തി, ഒരാളെ മറച്ചിടുക, ജയിക്കുക, ഇതൊന്നുമല്ല ശക്തി. മറിച്ച് വെറുപ്പുണ്ടാകുമ്പോൾ ശരീരത്തിനെ ഒതുക്കാനുള്ള മനഃശക്തിയാണ് ശക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ലൈസ ശദീദു ബിസ്സുർഅ, ഒരാളെ കീഴ്പ്പെടുത്തുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള മനഃശക്തിയുള്ളവൻ, അവനാണ് ശക്തനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഏതായാലും ആ വെറുപ്പിൽ നിന്ന് നടപ്പിൽ വരുത്താൻ കഴിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പിൽ നിന്ന് അതിൻ്റെ മറ്റൊരു ഉൽപ്പന്നമായി വരുന്നതാണ് ഹിഖദ്. അത് വേറൊരു രോഗമാണ്, അഥവാ പക, കേട് എന്നും പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കി, ഒരു വ്യക്തിക്ക് ഹിഖദുണ്ട്, കേടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട പല അടയാളങ്ങളും നാം മനസ്സിലാക്കി. അതിലൊന്നാമത്തത് അസൂയയാണ്. ഹസദ് എന്നാണ് പറയുക. മാരകമായ രോഗമാണ് ഹസദ് എന്ന രോഗം. വിശുദ്ധ ഖുർആനിൽ 4 തവണ അള്ളാഹു പറയുന്നുണ്ട്.
നിരവധി തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ദാരുണമായ അനന്തരഫലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിന്? അശേഷം ഹസദില്ലാത്ത, അസൂയയില്ലാത്ത മനസ്സോടുകൂടി ജീവിച്ച് മരിച്ചു പോകണം. എങ്കിലേ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും. കേടുള്ള ഹൃദയവുമായി പോയാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അപ്പൊ എനിക്ക് ഹസദുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയും ഉണ്ടെന്ന് മനസ്സിലായാൽ നിർമാർജനം ചെയ്യുകയും ചെയ്യുക. അതിനാണ് ഈ ഐഹിക ജീവിതം. വ്യക്തമാണ് വിഷയം. എന്താണ് ഹസദ്, അസൂയ? മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, അതുപോലെ എനിക്കും വേണമായിരുന്നു എന്ന് ആഗ്രഹിക്കലല്ല ഹസദ്. കിട്ടിയാൽ തരക്കേടില്ല, എനിക്കും വേണമായിരുന്നു എന്നൊക്കെ അങ്ങ് തോന്നിപ്പോയി, അത് ഹസദല്ല. അതിന് അറബിയിൽ ഖിബ്ത എന്നും ഒക്കെയാണ് പറയാ. ഐഹികമായ വിഷയാണെങ്കിൽ കുറ്റകരമല്ല. എന്നാൽ പാരത്രിക വിഷയാണെങ്കിലോ പ്രതിഫലാർഹമായ ചിന്തയാണത്. ഒരാൾ വല്ലാതെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, മൂപ്പരെടുത്ത് ഇഷ്ടം പോലെ പൈസ ഒക്കെ ഉണ്ട്, ഇങ്ങനെ കൊടുക്കുകയാണ് പലതിനും. അപ്പൊ ആ ഒരു നല്ല പ്രവർത്തനം കാണുമ്പോൾ തോന്നിപ്പോയി എനിക്കും അങ്ങനെ ചെയ്യണമായിരുന്നു, നല്ലതാണ്. തനാഫുസ് എന്നാണ് പറയാ, കണ്ടുമോഹിക്കുക, ഉഖറവിയായ വിഷയം. അതുപോലെ പരലോക വിഷയത്തിൽ വിവാദത്തിൽ നിരതനായ ഒരു വ്യക്തി, അങ്ങനെ പലതും ഉണ്ടല്ലോ. അറിവിന്റെ കാര്യത്തിൽ ഒക്കെ നല്ലതാണ്. എന്നാൽ ഹസദ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ നിഅമത്ത്, മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത് അതൊന്ന് നീങ്ങിക്കാണണം എന്ന ആഗ്രഹമാണ്. അത് വേണ്ടായിരുന്നു. ഇത് മാനസികമായ ഒരിടപെടലാണ്. അള്ളാഹുവിന്റെ വിതരണത്തിൽ അള്ളാഹു നിഅമത്ത് വിതരണം ചെയ്തതിനെ മാനസികമായി വിമർശിക്കുകയാണ്. പടച്ചോനെ ചെയ്ത ശരിയായില്ല, ഓനല്ലായിരുന്നു കൊടുക്കേണ്ടത്, എനിക്കായിരുന്നു. ഇതാണ് അസൂയക്കാരന്റെ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കുറ്റമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വിതരണം അംഗീകരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ തൗഹീദിനെ ബാധിക്കുന്ന വിഷയമാണത്. ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അള്ളാഹുവിന്റെ നിയന്ത്രണം അംഗീകരിക്കാത്ത വിഷയമാണത്. അള്ളാഹുവിന്റെ അധികാരം അംഗീകരിക്കാത്ത സംഗതിയാണത്. അപ്പൊ വിശ്വാസത്തോട് വലിയ ബന്ധമുള്ള വിഷയമായതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാനും ഹസദും ഒരു മനസ്സിൽ ഒരുമിച്ച് കൂടൂല. അപ്പൊ വിഷയം ചില്ലറല്ല. നമ്മൾ വിചാരിക്കും തൗഹീദിന്റെ ആളല്ലേ, ഈമാൻ ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഹസദും ഉണ്ടെങ്കിലോ അവിടെ ഈമാൻ ഉണ്ടാവൂല. ഈമാനും ഹസദും ഒരുമിച്ച് കൂടൂല. ഈമാനിന് ചില താല്പര്യമുണ്ട്. ദയ, ദാക്ഷിണ്യം, പരോപകാരം, കാരുണ്യം, ഇതൊക്കെയാണ് ഈമാൻ. അസൂയ നേരെ വിപരീതമാണ്. പകയാണ്, വിദ്വേഷാണ്, വെറുപ്പാണ്. അതെങ്ങനെ പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് കൂടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈമാനും ഹസദും ഒന്നിച്ചുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹസദ് ഉണ്ടാകുന്നത്, ഒരു മനുഷ്യന് നിഅമത്ത് കിട്ടുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ല, അതവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മറ്റവിടെ നിന്നോ മഖ്ലൂഖിന്റെ സൃഷ്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയാ യഥാർത്ഥത്തിൽ അസൂയക്കാരൻ ഉണ്ടാകുന്നത്. അള്ളാഹു കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ, വേണ്ടായിരുന്നു എന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ നിഅമത്തിന്റെ ഉത്ഭവത്തിന്റെ കാര്യത്തിൽ വരെ അസൂയാലുക്കളായ ആളുകൾക്ക് സംശയമാണെന്ന് കൂടി ഇത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അസൂയ കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് ദുനിയാവും ആഖിറവും രണ്ടിടത്തും വലിയ ശിക്ഷയാണ്. ദുനിയാവിലെ ശിക്ഷ എന്താ? അവന്റെ മനസ്സ് എപ്പോഴും കരിഞ്ഞുകൊണ്ടിരിക്കും, സന്തോഷിക്കാൻ കഴിയില്ല. എപ്പോഴാണോ അവൻ അസൂയപ്പെടുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്, അപ്പോൾ അവന്റെ മാനസിക പ്രയാസം കൂടിക്കൊണ്ടേയിരിക്കും. ദുനിയാവിലെ ശിക്ഷയാണ്. ആഖിറത്തിലോ ഇവന്റെ അമലുകൾ മുഴുവനും അസൂയ തിന്നുകളഞ്ഞു. അങ്ങനെ നരകാവകാശിയായി തീരുന്ന വല്ലാത്തൊരവസ്ഥയുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ആരോടെങ്കിലും അസൂയ തോന്നാറുണ്ടെങ്കിൽ ഉടനെ നിർമാർജനം ചെയ്യണം. അപകടമാണ്. അതായത് മാപ്പ് കൊടുക്കാൻ കഴിയണം, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം, അവർക്ക് വേണ്ടി നിഅമത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം, അവർക്കത് കിട്ടിയതിൽ സന്തോഷിക്കാൻ കഴിയണം. ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹ് ചോദിക്കുക ഖുർആനിൽ ആധികാരികമായൊരു ചോദ്യം, അം യഹ്സുദൂനന്നാസ്, അവർ ജനങ്ങളോട് അസൂയപ്പെടുകയാണോ? അലാമാ ആതാഹുമുല്ലാഹ്, അള്ളാഹ് കൊടുത്തതിന്റെ പേരിൽ. അള്ളല്ലേ കൊടുത്തത്, ഇവരെന്തിനാ അസൂയപ്പെടുന്നത്? മിൻ ഫളി, അള്ളാന്റെ ഔദാര്യം എടുത്ത് അള്ളാഹ് കൊടുത്തു, അതിന് അവരെന്തിന് അസൂയപ്പെടുന്നു? അള്ളാഹുവിന്റെ ആധികാരികമായ ചോദ്യം സൂറ നിസാ. ആരും ഇഷ്ടപ്പെടൂല, നമ്മളും ഇഷ്ടപ്പെടൂല. അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം കൊടുത്തിട്ട് അവനോട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹ് കൊടുത്തതിനെയാണ് ഈ വിമർശിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു അസൂയ പറയുന്നത് ജൂതന്മാർക്കുള്ള അസൂയയാണ്. ആരോട്? ഇസ്മായിൽ സന്തതികളോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ, ഒന്ന് ഇസ്ഹാഖാണ്, മറ്റൊന്ന് ഇസ്മായിലാണ്. നമുക്ക് നല്ലോണം ചരിത്രം അറിയാം, പലപ്പോഴായി കേട്ടതാണ്. ഇസ്ഹാഖിന്റെ പരമ്പരയിലാണ് സകല നബിമാരും വന്നത്. ജൂതന്മാരൊക്കെ ആ പരമ്പരയിലാണ്, ഇസ്രായേലിയരൊക്കെ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നബിമാരില്ല. ആകെയുള്ളത് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അപ്പൊ ജൂതന്മാർക്ക് മുസ്ലിമിനെ കണ്ടുകൂടാ. എന്തേ കാരണം? മുസ്ലിങ്ങൾ അവരോട് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അവരുടെ വളർച്ചക്ക് തടസ്സം നിന്നത് കൊണ്ടല്ല, അവരുടെ എന്തെങ്കിലും തട്ടിപ്പറച്ചത് കൊണ്ടല്ല, മറിച്ച് അസൂയയാണ് കാരണം. ഇസ്മായിൽ സന്തതിയിൽ എന്തുകൊണ്ട് പ്രവാചകൻ വന്നു? അതുകൂടി ഞങ്ങൾക്കായിരുന്നു വേണ്ടത്. സകല പ്രവാചകന്മാരും ഞങ്ങളുടെ പരമ്പരയിലല്ലേ? അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയെ കൂടി ഇസ്ഹാഖ് പരമ്പരയിൽ കിട്ടാൻ വേണ്ടി അവർ മദീനയിൽ വന്ന് താമസിച്ചു. മദീനയിൽ ഒരുപാട് ജൂത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം. എന്തിനാണ് അവർ അവിടെ വന്ന് താമസിച്ചത്? അവർക്കറിയാം അന്തിമ പ്രവാചകൻ മദീന കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. തൗറാത്തിൽ അവർ കാണുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖലാ അത് ഇസ്മായിൽ പരമ്പരയിൽ നിന്നാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ അഹ്ലുൽ കിതാബിൽപ്പെട്ട അധികം ആളുകളും ആഗ്രഹിക്കുന്നു, ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാറ, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ അവിശ്വാസികളാക്കിയെടുക്കണം. അവര് ദീൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, നിങ്ങളെ തന്നെ കാഫിറാക്കണമെന്ന് ജൂതന്മാർ ആഗ്രഹിക്കുന്നു. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ അസൂയ നിമിത്തം എന്ന് ഖുർആൻ പച്ചക്ക് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വിഷയം അസൂയയാണ്. അപ്പോൾ മുസ്ലിങ്ങളോട് ജൂതന്മാർക്കുള്ള ഏറ്റവും വലിയ വിദ്വേഷം അത് ഹസദാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്താണ് നമ്മൾ അവർക്കെതിരെ സ്വീകരിക്കേണ്ട നയം? അല്ലാഹ് പറയുന്നു, ഫഅഫു വസ്ഫഹു, നിങ്ങൾ പുറത്തു കൊടുക്കുകയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിൽ വരുത്തും. അള്ളാഹ് ഇടപെടും. അതുപോലെ അങ്ങോട്ടും അതുപോലെ പകയും വിദ്വേഷവും അസൂയയും കൊണ്ട് നടക്കുകയല്ല വേണ്ടത് എന്ന് അല്ലാഹു തആല പറയും. ഇനി ഭൂമിയിലെ ആദ്യ കൊലപാതകം ഹാബീലിനെ കൊന്നു എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. പ്രബലമായ അഭിപ്രായവും അത് തന്നെയാണ്. കൊന്നാള് കാബീലും കൊല്ലപ്പെട്ട ആള് ഹാബീലും. പക്ഷേ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ രേഖകളിൽ അത് പരാമർശിക്കുന്നില്ല. തഫ്സീറുകളിലൊക്കെയാണ് അത് കാണുന്നത്. എന്നാൽ ഹാബീലിനെ കൊല്ലാൻ ഹാബീൽ എന്ത് ചെയ്തു? കാബീലിനെ പരാജയപ്പെടുത്താൻ ഹാബീൽ പരിശ്രമിച്ചോ? ഇല്ല. ആകെ ഉണ്ടായത് ഹാബീലിന്റെ ബലി അള്ളാഹു സ്വീകരിച്ചു.
ഹാബീലിൻ്റെത് സ്വീകരിച്ചില്ല. ഒരു വിഷയത്തിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വളരെ വ്യക്തമായി, ഹാബീലിന്റെ തഖ്വ, അദ്ദേഹം ബലി കൊടുത്തത് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഏറ്റവും നല്ല ഒരു ഭാഗമായിരുന്നു. ഹാബീലാകട്ടെ ആ കർത്തവ്യം നിർവഹിക്കുക എന്ന നിലക്ക് ആദം കൽപ്പിച്ചതാണ് നിങ്ങൾ എന്നാൽ ഒരു ബലി നടത്തൂവെന്ന്. ഒരു വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ, കല്യാണ വിഷയമാണെന്നൊക്കെയാണ് തഫ്സീർ, ഏതോ ആകട്ടെ അവിടെ ബലി നടത്താൻ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ഹാബീല് പേരിനൊരു ബലി നടത്തി. ഹാബീലാകട്ടെ വളരെ മഹത്വത്തോടുകൂടി ആ കൽപ്പന സ്വീകരിക്കുകയും വളരെ വിശ്വസ്തയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിക്കുകയും ചെയ്തു. ഹാബീലിന്റെ ബലി അള്ളാഹു സ്വീകരിച്ചു, ഹാബീലിൻ്റെത് തള്ളിക്കളഞ്ഞു. അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടു ഒരു തീ വന്ന് കരിച്ചു കളയലായിരുന്നു അന്നത്തെ സ്വീകരിക്കൽ. ഏതായാലും ഹാബീലിന് വെറുപ്പ് പിടിച്ചു. അദ്ദേഹം ഹാബീലിന്റെ നേരെ തിരിഞ്ഞു, ആയുധമെടുത്തു, കൊല്ലാൻ ശ്രമിച്ചു. ഹാബീല് പറഞ്ഞു, നീ എന്നെ ആക്രമിച്ചാൽ തിരിച്ച് ഞാൻ നിന്നെ ആക്രമിക്കില്ല, കൊല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അസൂയയുടെ കാരണത്താൽ ഹാബീലിനെ കൊന്നു. ഇങ്ങനെയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ആ മറവ് ചെയ്യുന്ന കാര്യം പഠിപ്പിക്കാൻ അല്ലാഹു കാക്കയെ പറഞ്ഞയച്ചതും ഒക്കെ ഖുർആൻ ചരിത്രമായി നമ്മോട് പറഞ്ഞു തരുന്ന വിഷയമാണ്. അപ്പൊ കാബീല് വിജയിക്കാതിരിക്കാൻ ഒന്നും ചെയ്തില്ല. പക്ഷേ അസൂയ മൂത്തപ്പോ തന്റെ ന്യൂനത മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ചിന്ത അതൊഴിവാക്കിയിട്ട് തന്റെ സഹോദരന് കിട്ടിയ നേട്ടം തന്റെ ശത്രുവായി കാണുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി. അതാണ് ഹസദ്, അതാണ് അസൂയ. ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം, അദ്ദേഹത്തിന് അല്ലാഹു കൊടുക്കുന്ന പരിഗണന, അതാണ് എന്റെ ശത്രു എന്നൊരു മനുഷ്യൻ വിചാരിക്കും. അല്ലാതെ എന്റെ കഴിവുകേടല്ല, എന്റെ പോരായ്മയല്ല, എന്റെ കൊള്ളരുതായ്മയല്ല എന്റെ ശത്രു, മറ്റവന്റെ നേട്ടമാണ്. ഒരു വിരുദ്ധ ചിന്ത, വളരെ മോശപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിലൂടെ നീങ്ങിയാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, ഏത് വിധേനയും സംസാരിച്ചില്ലാതാക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും തക്കം കിട്ടിയാൽ എതിർക്കാൻ നോക്കും. അത് കുടുംബത്തിലുണ്ടാകും, രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്, മതസംഘടനകളിലുണ്ട്, മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെയുണ്ട് അസൂയ. എനിക്കില്ലാത്ത നേട്ടം മറ്റവന് കിട്ടുക, അത് സഹിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സംഭാവന കൊടുക്കലോ അതൊക്കെയാണ് വലിയ ധർമ്മം. ഏറ്റവും വലിയ ധർമ്മം മാനസിക ധർമ്മമാണ്. ഏറ്റവും നല്ല ഉപകാരം എന്താണെന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ ആരെയും ഉപദ്രവിക്കാതിരിക്കലാണെന്ന് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ അള്ളാഹു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുക, ആർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക, അത്തരം ഒരു മനസ്സിന്റെ ഉടമയായാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അപകടമാണ്, അബദ്ധാണ്, പോക്ക് നരകത്തിലേക്കാണെന്ന് തിരിച്ചറിയണം. അതിനാണ് ഇത്തരം സദസ്സുകൾ. കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? ഗീബത്ത് പറയുന്നത് എന്തിനാണ്? ഒക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. ആ ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ എന്തു ചെയ്യണം? അതിൽ നിന്ന് മാറണം. മാറുന്നില്ലെങ്കിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. അസൂയ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഭൂമിയിൽ, വലിയ അപകടമാണ്, എന്തും സംഭവിച്ചേക്കാം. ഓരോ ദിവസവും എത്ര തവണയാണ് റസൂലുള്ളാഹി നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതാൻ പറഞ്ഞില്ലേ സൂറത്തുൽ ഫലഖ്? നമസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ പറഞ്ഞില്ലേ? അതിൽ ഉൾപ്പെടുത്തിയതല്ലേ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്? അസൂയക്കാരൻ അസൂയ വെക്കുന്ന സമയത്തുണ്ടാകുന്ന ഷർറ്, അത് വലിയ ഷർറാണ്. അതിനെ തൊട്ട് അല്ലാഹ് നീ തന്നെ കാത്തോളണം. ആരുടെ മനസ്സിലാണ് അസൂയയുള്ളത്? ഏതൊക്കെ രൂപത്തിലാണത് പ്രകടിപ്പിക്കുക? ഏതെല്ലാം മേഖലകളിലേക്കാണ് അത് തിരിയുന്നത്? എല്ലാം അറിയുന്നവൻ, ഗൈബ് അറിയുന്നവൻ അല്ലാഹ് നീ മാത്രമാണ്. അതുകൊണ്ട് അസൂയക്കാരൻ അസൂയ വെക്കുന്ന സമയത്തുള്ള വിപത്തിനെ തൊട്ട് നീ തന്നെ കാക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മുഅ്മിനിന്റെ ഏക മാർഗം അൽ ഇസ്തിആദത്തു ബില്ലാഹ്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക, അല്ലാഹുവിൽ അഭയം പ്രാപിക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. അത് തന്നെയാണ് വേണ്ടത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ നാഥൻ, ആ നാഥനോട് ഞാൻ കാവൽ ചോദിക്കും. പുലരിയുടെ നാഥൻ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന നാഥൻ, ഏത് വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവൻ, ആ നാഥനോട് ഞാൻ കാവൽ ചോദിക്കും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളുടെ കെടുതിയിൽ നിന്ന്, നാശത്തിൽ നിന്ന് ഞാൻ അവനോട് കാവൽ ചോദിക്കുകയാണ്. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മുറ്റിയാൽ ഉണ്ടാകുന്ന ശർറ്, അഥവാ സ്വാഭാവികമായി ഈ പ്രകൃതി നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല ധൈര്യമാണ്. അതിന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില നിഗൂഢതകൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അതാണ് രാത്രിയുടെ അവസ്ഥ. കൂരിരുട്ടായ നമുക്ക് കണ്ണു കാണൂല. പകല് പോലെ നിർഭയത്വമല്ല രാത്രിയിൽ. ഇരുളിന്റെ മറവിൽ എന്തൊക്കെ ഉണ്ടാകും. അല്ലാഹുവേ നീ കാക്കേണേ. അതുപോലെ തന്നെ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ബന്ധങ്ങൾ തെറുപ്പിച്ച് കളയാ, ബന്ധങ്ങൾ ഇല്ലാതാക്കുക. അതുപോലെ സിഹറിന്റെ ആളുകൾ, അവര് സിഹർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിയാണത്, കെട്ടുകളിൽ ഊതുക എന്നത്. വൃത്തികെട്ട മനസ്സിന്റെ ഉടമ, ഈമാനുള്ള മനസ്സിൽ അതുണ്ടാകില്ല. മറ്റുള്ളവനെ ഏതെങ്കിലും രൂപത്തിൽ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന, അവരെ പരാജയപ്പെടുത്താൻ ഭൗതികമായി ഒരു നിലക്കും കഴിയാത്ത വ്യക്തികൾ, ഏതെങ്കിലും വിധത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ മോശമായ ചിന്ത കൊണ്ട് എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്ന വളരെ നീചമായ പ്രവർത്തനങ്ങൾ. മനസ്സ് വളരെ ചീത്തയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അത്തരം ചിന്ത വരെ നിഷിദ്ധമാക്കി. അവരുടെ പണി അതൊക്കെയാണ്. അങ്ങനെ ചെയ്യുന്നവരുടെ നാശത്തെ തൊട്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നത്, ഇതിന്റെ ഒക്കെ കാരണം അസൂയയാണ്. അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന നാശത്തെ തൊട്ട് നാഥ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് നിരന്തരമായി നമ്മളോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആനിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തതിലൂടെ അസൂയാലുവിന്റെ ശർറ് വലിയതാണ് എന്ന് നമുക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. പരിപൂർണമായി നമ്മുടെ മനസ്സിനെ അസൂയയിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ക്ലീനാക്കുകയും മറ്റുള്ളവർക്കെല്ലാം നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് സ്വർഗാവകാശികളാകാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ഊസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ അൽ കഹ്ഫ് ഓതാറുണ്ട്. ഈ സൂറ എന്തിനാണ് ആഴ്ചകൾ തോറും നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്? അതിൻ്റെ ഉള്ളടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട്
പരമാവധി അതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഞാനെന്താണ് എല്ലാ ആഴ്ചയും ഇതിങ്ങനെ പാരായണം ചെയ്യുന്നത്? ഇപ്പോൾ ആശയം മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി പല രീതിയിലും ഖുർആൻ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. അതോടൊപ്പം പരിഭാഷകളുണ്ട്. എല്ലാം എടുത്ത് പരമാവധി വായിച്ച് അതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അതായത് ചില പരീക്ഷണങ്ങളുണ്ട് നമുക്ക്. ഒന്നാമത്തെ പരീക്ഷണം ഈമാനിന്റെ ആദർശ പരീക്ഷണം തന്നെയാണ്. ആദർശ പരീക്ഷണത്തിൽ രക്ഷപ്പെടണം. ഒന്നാമത്തെ സന്ദേശം അതാണ്. സൂറത്തുൽ കഹ്ഫ്, ആ പേര് തന്നെ അൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് അല്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയം എന്താ? ഒരു നാട്ടിലെ കുറച്ച് യുവാക്കൾ, ആ നാട്ടിൽ മുഴുവനും ശിർക്കാണ്, ശിർക്കിന്റെ ഭരണവുമാണ്. തൗഹീദ് മനസ്സിലാക്കിയ ചെറുപ്പക്കാർ അവരുടെ ആദർശം സംരക്ഷിക്കാൻ ചെയ്ത ത്യാഗം, അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുലാക്കിയപ്പോൾ അവരെ പോലും അറിയിക്കാതെ അവരുടെ വിഷയം അള്ളാഹു കൈകാര്യം ചെയ്ത രംഗം. ഒരു മനുഷ്യനെ അങ്ങ് ഉറക്കിക്കളഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ. 300 കൊല്ലം അള്ള ഉറക്കിയടക്കെടുത്തു. അവരുറക്കളിയുമ്പോഴേക്ക് നാടിന്റെ അവസ്ഥയൊക്കെ മാറി മുഴുവനും തൗഹീദിന്റെ ആളുകളായി മാറിയ ഒരു രംഗം അവർക്ക് കാണാൻ കഴിയും. അപ്പൊ പരിപൂർണമായി ആദർശം എങ്ങനെ സംരക്ഷിക്കണം, അതുമായി ഓടേണ്ടി വന്നാൽ ഓടണം, വീടും നാടും ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കണം. അതല്ലേ റസൂലുള്ളാഹിയെ കൊണ്ടും സഹാബത്തിനെ കൊണ്ടും ചെയ്യിപ്പിച്ചത്. അതായത് ഒന്നാമത് ദുനിയാവിൽ വലിയത് ആദർശമാണ്, തൗഹീദാണ്. തൗഹീദിന് കോട്ടം വന്നാലും എനിക്കിവിടെ ജീവിക്കണം എന്ന ചിന്ത പാടില്ല എന്ന ആദർശമാണ് ഒന്നാമതായി അൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി അൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു പരീക്ഷണമാണ് നമ്മുടെ സമ്പത്ത്. ഒരു വ്യക്തിക്ക് 2 സുഹൃത്തുക്കൾ, അതിൽ ഒരാൾക്ക് വലിയ 2 തോട്ടമുണ്ടായിരുന്നു. എല്ലാവിധ അനുകൂലനങ്ങളും അതിലുണ്ട്. ജലസേചനത്തിന് സൗകര്യമുണ്ട്. മറ്റവനോ ഫക്കീറാണ്, മിസ്കീനാണ്. ആ മിസ്കീനിനോട് തന്റെ സ്വത്ത് ഉപയോഗിച്ചിട്ട് തന്റെ കഴിവ് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച രംഗം. ഈ ഒരു സംഗതിയാണ് അല്ലാഹു അൽ കഹ്ഫിൽ പിന്നെ പറഞ്ഞു തരുന്നത്. മൂന്നാമത് അറിവ് ഒരു പരീക്ഷണമാണ്. അറിവ് കൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ വലിയ ആളാണ് എന്ന് ആർക്കും തോന്നിപ്പോകരുത്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹ്യ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ പോയി പഠിക്കണം മൂസ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ച കഥയാണ് അൽ കഹ്ഫ് പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അറിവ് പരീക്ഷണമാണ്, സമ്പത്ത് പരീക്ഷണമാണ്, ആദർശം പരീക്ഷണ വിധേയമാണ്. അതുകൊണ്ട് അത്തരം സംഗതികളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളാണ് നടക്കുന്നത് എന്ന ചിന്തയോടുകൂടെ ഇവിടെ ഉള്ളതൊക്കെ താൽക്കാലികമാണെന്ന ബോധത്തോടെ കഴിവിന്റെ പരമാവധി ശ്വാസോച്ഛ്വാസം നടത്തുന്ന കാലമത്രയും പരോപകാരിയായി നല്ല ചിന്തയോടെ ജീവിച്ച് സ്വർഗം വാങ്ങാം. അതിനുള്ളതാണ് ദുനിയാവ്. അള്ളാഹു ആ നിലക്ക് ചിന്തിക്കാനും ജീവിക്കാനും തൗഹീദിന് കോട്ടം വരുന്ന സംഗതികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സ് ചീത്തയാകുന്ന എന്തെല്ലാം ദുർഗുണങ്ങളുണ്ടോ, ഖൽബിയായ ആത്മീയമായ രോഗങ്ങളുണ്ടോ, അതെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രതിരോധിക്കാൻ, അതിനെ ചികിത്സിക്കാൻ ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും അതിൽ പറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ ന്യൂനതകളും തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപാകതകളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവസാനം കലിമ ചൊല്ലി മരണപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ.
വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുണ്ട്. അല്ലാഹ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദീർഘമായി കിടമുടക്കത്തിലാകുന്ന മാരകമായ രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ, കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ നോക്കുന്ന മക്കളായി ഞങ്ങളെ പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. മാതാപിതാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ നല്ല മനസ്സ് നൽകണേ റഹ്മാനെ, നല്ല മനസ്സ് നൽകണേ റഹ്മാനെ, നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.